السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ഓരോ സമുദായക്കാരുടെയും ചരിത്രം വളരെ കൂടുതലായി അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. മുൻകഴിഞ്ഞ സമുദായങ്ങൾ, അവരിലേക്ക് വന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ ആ സമൂഹത്തിന് അനുഭവിച്ച പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ഈ സമയത്ത് അവർക്കുണ്ടായിരുന്ന ഉന്നതമായ സൽഗുണങ്ങൾ, ഇതെല്ലാം പരിശുദ്ധമായ ഖുർആൻ വളരെ ഭംഗിയായി, വളരെ കൂടുതൽ നമ്മെ ആകർഷിപ്പിച്ചുകൊണ്ട് എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചില നബിമാരുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ പേരും വ്യക്തമാക്കി അവരിലുള്ള സൽഗുണങ്ങളെ പ്രത്യേകമായി വളരെ കൂടുതൽ ആഗ്രഹിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല എടുത്തു പറയുന്നത് കാണാം. അങ്ങനെ ഖുർആൻ വളരെ ഭംഗിയായി വിവരിച്ച ഒരു നബിയാണ് നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുക മാത്രമല്ല, അല്ലാഹു തആല ഇങ്ങനെ കൂടി പറഞ്ഞു, നിഅമൽ അബ്ദ്, എൻ്റെ അടിമകളിൽ അയ്യൂബ് എത്രയോ ഉന്നതമായ ഉയർന്ന അടിമയാണ്. ആ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, വദിക്റാ ലിൽ ആബിദീൻ. മാത്രമല്ല, പുറകെ വരുന്നവർക്ക്, അല്ലാഹുവിനെ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്, ധാരാളം പിൻപറ്റപ്പെടേണ്ടതായ സൽഗുണങ്ങളുണ്ട് എന്ന് അല്ലാഹു എടുത്തു പറയുകയും ചെയ്തു. അതുകൊണ്ട് നാം പ്രവാചകന്മാരെല്ലാവരുടെയും ജീവിതം നാം പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ദുന്യാവിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. ദുന്യാവെന്ന് പറഞ്ഞാൽ രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞതാണ്. ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങളും മാനസികമായ പ്രയാസങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുമെല്ലാം ഈ ലോകത്തുണ്ടാകും. പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ബാക്കിയുള്ള മുസീബത്തുകൾ, പ്രയാസങ്ങൾ, അതെല്ലാം ഒരുപക്ഷെ മനുഷ്യനെ ഏതെങ്കിലും സഹിക്കാൻ പറ്റുകയേക്കും.
എന്നാൽ ശാരീരികമായ രോഗങ്ങൾ, ദുരിതങ്ങൾ ഇതൊരു മനുഷ്യനെ കൊണ്ടും സഹിക്കാൻ പറ്റുന്നത്, ആരും ഇഷ്ടപ്പെടുന്നതുമല്ല. രോഗങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കതിൽ ധാരാളം പാഠങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു സാലിഹായ, ഒരു ആബിദായ, ദീനുള്ളൊരു മനുഷ്യൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്ന അടിമ, അങ്ങനത്തെ ഒരു അടിമക്കും രോഗങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ഈ സമയത്ത് നാം സ്വീകരിക്കേണ്ട നിലപാടും നമ്മൾ ഉണ്ടായിത്തരേണ്ട സൽഗുണങ്ങളും ഇതെല്ലാം അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്ത നബിയാണ്. സൗന്ദര്യം അല്ലാഹു തആല നൽകിയിരുന്നു, ധാരാളം സമ്പത്ത് നൽകിയിരുന്നു, കൃഷിയായും ആടുമാടുകളായും അതുപോലെ ധാരാളം സന്താനങ്ങൾ നൽകി. അല്ലാഹു തആല അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞൊരു നബിയായി. പക്ഷേ അല്ലാഹു തആല ജീവിതത്തിന്റെ അടുത്ത ഭാഗമെത്തിയപ്പോൾ അദ്ദേഹത്തെ അല്ലാഹു തആല പരീക്ഷിക്കുകയുണ്ടായി. മൗലാന തഖി ഉസ്മാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട്, ഖുർആനി ദുആഉ തശ്രീഹ്. അതിൽ അയ്യൂബ് നബിയുടെ ദുആയെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരിക്കൽ ഒരു മലക്കും ഒരു ഇബ്ലീസും തമ്മിൽ സംസാരമുണ്ടായി. ശൈത്താന് മുന്നിൽ മലക്ക് പറഞ്ഞു, നീ കാണുന്നില്ല അള്ളാഹുവിന്റെ അടിമയായ അയ്യൂബിനെ, എത്രയോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയത്, പക്ഷെ എന്നിട്ടും അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമയാണ്. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും, സന്താനവും സമ്പത്തും സൗകര്യങ്ങളും മക്കളും എല്ലാം ഇത്രമാത്രം അധികം ലഭിച്ചിട്ടും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഈ അടിമയെ നീ കാണുന്നില്ലേ? നീയല്ലേ പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യരെ ഞാൻ വെടികെടുത്തുമെന്ന്? ഇബ്ലീസ് പറഞ്ഞു, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ആരെയും വെടികെടുത്താൻ സാധിക്കും. മലക്ക് വെല്ലുവിളിച്ചു, എങ്കിൽ നീ അയ്യൂബിനൊന്ന് വെടികെടുത്തു, എന്നെ കൊണ്ട് സാധിക്കുകയില്ല. വളരെ എഴുതുന്നുണ്ട്, ഇബ്ലീസ് അടുത്തുള്ള രാജ്യത്ത് നാട്ടിൽ പോയി രാജാവിനെ ഇളക്കി വിട്ടു. ഈ അയ്യൂബ് നബിയുടെ നാടിനെ കൊള്ളയടിച്ചു. അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ആടുമാടുകളെ കൊള്ളയടിച്ചു, സമ്പത്ത് നഷ്ടമായി. പിന്നെ അള്ളാഹുവിന്റെ അടുത്ത പരീക്ഷണം വന്നു, അദ്ദേഹത്തിന്റെ മക്കൾക്ക് രോഗം പിടിച്ചു, മുഴുവൻ മക്കളും മരണപ്പെട്ടു. കൃഷിസ്ഥലത്ത് വെള്ളം കയറി കൃഷിസ്ഥലങ്ങളെല്ലാം നശിച്ചു. പിന്നെ പെട്ടെന്ന് അടുത്ത പരീക്ഷണം വന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രോഗം ബാധിച്ചു, രോഗം മൂർജിച്ചു. എത്രത്തോളം ഉലമാക്കൾ താരീഖിന്റെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്രയും കഠിനമായ രോഗം. ജനങ്ങൾക്കിടയിൽ അത് പകരുമോ എന്ന ഭയത്താൽ ജനങ്ങൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യയും അദ്ദേഹം ഒറ്റക്കായി. രോഗം മൂർജിച്ചു, വളരെ കഠിനമായ രോഗം, നീണ്ട 17 വർഷത്തെ രോഗം. 1-2 മാസമല്ല, നീണ്ട 17 വർഷം നബിയുല്ലാഹി അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗിയായി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ 3 സ്നേഹിതന്മാർ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ മനുഷ്യൻ എന്തോ വലിയ പാപം ചെയ്തതിന്റെ പേരിലാണ് എത്ര വലിയ രോഗം അനുഭവിക്കുന്നത്. നബിയാണ്, ഒരു പാപം ഉണ്ടാവുകയില്ല, പക്ഷേ രോഗത്തിന്റെ കാഠിന്യം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ തന്നെ പറയും, അത്ര വലിയ കഠിനമായ രോഗമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വീടുകളിൽ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു. പിന്നെ ജനങ്ങൾ ഭയന്നു, രോഗം പകരുമോ എന്ന ഭയത്താൽ അതിനും ജനങ്ങൾ സമ്മതിക്കാതെ ജീവിതം പ്രയാസത്തിലായി, പട്ടിണിയിലായി. ഒരു നബിയാണ്. അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എഴുതുന്നുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തൊരവസ്ഥ സംജാതമായപ്പോൾ വളരെ സൗന്ദര്യമുള്ള ഭാര്യ, അള്ളാഹ് പ്രത്യേകമായി സൗന്ദര്യമുള്ള മുടി നൽകിയിരുന്നു. ഒരു സ്ത്രീക്ക് ആ മുടി മുറിച്ചു നൽകി അല്പം പൈസ വാങ്ങിക്കുകയും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇങ്ങനത്തെ വലിയ പരീക്ഷണത്തിൽ ഒരു കുടുംബം കഴിഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഈ സമയത്തൊന്നും ഒരു ആവലാതിയില്ല, ഒരു പരാതിയില്ല തന്റെ റബ്ബിനോട്. വളരെ ക്ഷമയോടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ചു. ശരീരത്തിൽ നാവും ഹൃദയവും മാത്രം ബാക്കിയായി. അള്ളാഹുവിനെ സ്മരിക്കാൻ ഉള്ള ഈ നാവിലും രോഗം ബാധിച്ച് സാധിക്കാത്തൊരവസ്ഥ സംജാതമായപ്പോൾ ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അതുവരെ ഒരു പരാതിയില്ല, ഒരു അസ്വസ്ഥതയില്ല, ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചൊരു മോശമായ വാക്കുകളില്ല. തന്റെ റബ്ബിന്റെ പരീക്ഷണം, അതിൽ സംതൃപ്തനായി ക്ഷമിച്ചവനായി അടിമയായി കഴിഞ്ഞുകൂടി. നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കാൻ പറ്റാത്തൊരവസ്ഥ
സംജാതമായപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു. അല്ലാഹു തആല പറയുന്നു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി യദുറു വഅൻത അർഹമുർ റഹീമീൻ. വഅയ്യൂബ്, എൻ്റെ അടിമ അയ്യൂബ്, ഇദ് നാദാ റബ്ബഹു, തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം, അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സമയം എന്താണ് പറഞ്ഞത്? അന്നി മസ്സനി യദുർ, അല്ലാഹു എനിക്കൊരു പ്രയാസം, എന്നൊരു പ്രയാസം എന്നെ സ്പർശിച്ചിരിക്കുകയാണ്. അവിടെ എത്ര വലിയ അദബും ബഹുമാനവുമാണ് തൻ്റെ റബ്ബിനോട്. മസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്പർശനത്തിനാണ് പറയുന്നത്. വലം യംസസ്നി ബശ്റുൻ വലം അകു ബഗിയ, മറിയം ബീവി പറഞ്ഞ വാക്കാണ്. എന്നെ ചെറിയൊരു ബുദ്ധിമുട്ടെന്നെ സ്പർശിച്ചിരിക്കാൻ റബ്ബേ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് മാറ്റിത്ത എന്നല്ല, വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹു ഞാൻ വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, രോഗത്തിലാണ്, നീ എൻ്റെ രോഗം മാറ്റി തരുന്നില്ലേ എന്നൊന്നും ചോദിച്ചില്ല. അല്ലാഹു എനിക്ക് രോഗം ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുകയാണ്. വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമാണ്, നീ എൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നവനാണ്, നീ കരുണയുള്ളവനാണ്. അല്ലാഹു ദുആ ചെയ്തു. ആ സന്ദർഭത്തിലാണ് ദുആ ചെയ്തത്. 17 വർഷം രോഗിയെ, ഒരു നബിയാണ്, നീണ്ട 17 വർഷം. ഫസ്തജബ്നാ ലഹു ഫകശഫനാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു. അല്ലാഹു തആല പറയാൻ, അദ്ദേഹത്തിന്റെ ദുആക്ക് ഞാൻ ഉടനെ, ഫസ്തജബ്നാ ലഹു, നാം ഉടനെ ഉത്തരം കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യ എടുക്ക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നബിയല്ലേ, ദുആ ചെയ്യും റബ്ബിനോട് നിങ്ങൾ രോഗം മാറിക്കിട്ടാൻ വേണ്ടി. അയ്യൂബ് പറഞ്ഞു, 70 വർഷം എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ ആസ്വദിച്ച് ജീവിച്ചു, ഒരു രോഗമില്ല, ഒരു പ്രയാസമില്ല. എന്നാൽ എനിക്കിപ്പോൾ 17 വർഷമേ പരീക്ഷണങ്ങളുള്ളൂ. 70 വർഷം അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് എന്നെ സംബന്ധിച്ച് അതിന് തുല്യമായിട്ടെങ്കിലും പരീക്ഷണം അനുഭവിക്കാതെ ഞാൻ എങ്ങനെ റബ്ബിനോട് ചോദിക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിക്കില്ല. ഏത് അവസ്ഥയിലും അദ്ദേഹം സംതൃപ്തനായി, റബ്ബിന്റെ വിധിയിൽ സംതൃപ്തനായി, അള്ളാഹുലേക്ക് മാത്രം തിരിഞ്ഞു. ഒരു ആവലാതിയില്ല, തന്റെ റബ്ബിനെ കുറിച്ച് ഒരു പരാതിയില്ല. അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു തആല കേൾപ്പിച്ചു, ഉർകുദ് ബിരിജിലിക് ഹാദാ മുഖ്തസിലുൻ ബാരിദുൻ ശറാബ്. 17 വർഷം രോഗിയായി കിടന്ന അയ്യൂബ് നബി അങ്ങേറ്റം ലജ്ജയുള്ള ഒരു നബിയായി. അതുകൊണ്ട് അദ്ദേഹം വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭാര്യയിൽ നിന്നും മാറി അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി വിസർജന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമായിരുന്നു. അങ്ങനെ വിസർജനത്തിൽ പോയ സമയം അല്ലാഹു വഹയിറക്കി, അയ്യൂബ് ഉർകുദ് ബിരിജിലിക്, നിന്റെ കാലിന്റെ ആ പുറകു ഭാഗം കൊണ്ട്, ആ കാലുകൊണ്ട് നീ ആ പാറയിൽ ഒന്ന് ചെറുതായിട്ട് നീ സ്പർശിക്കും, തട്ടി. ആ പാറയിൽ നിന്നും അല്ലാഹു തആല ഒരു അരുവിയെ, ഒരു ശുദ്ധജലത്തിന്റെ അരുവിയെ പുറപ്പെടുവിച്ചു. അതിൽ നിന്ന് കുളിക്കാനും കുടിക്കാനും അല്ലാഹു കൽപ്പിച്ചു. അയ്യൂബ് നബിയുടെ രോഗം മാറിയെന്ന് മാത്രമല്ല, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സൗന്ദര്യവാനായി മാറി, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ആരോഗ്യവാനായി മാറി. അൽ ബിദായ വൻ നിഹായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എഴുതുന്നുണ്ട്, അദ്ദേഹം വിസർജനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഒരു അടിമയെ കണ്ടിരുന്നോ ഇവിടെ? കുറെ നാളായി രോഗം ബാധിച്ച് കഴിഞ്ഞിരുന്ന അയ്യൂബ് നബിയുടെ ചോദിക്കുന്നത് ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത്രയും സൗന്ദര്യവും ആരോഗ്യവും അല്ലാഹു തിരിച്ചു കൊടുത്തു. അയ്യൂബ് നബി പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്, നിങ്ങൾ എന്നെ കളിയാക്കുകയാണെന്ന് ഭാര്യ പറഞ്ഞു, വൈഹക്, ഞാൻ തന്നെയാണ് അള്ളാഹുവിന്റെ രോഗം മാറ്റിത്തന്നു. അള്ളാഹുവിന്റെ രോഗത്തെ അല്ലാഹു തആല മാറ്റിത്തന്നു. 17 വർഷത്തെ രോഗം, ആ രോഗത്തിന്റെ കഠിനമായ അവസ്ഥയിൽ പല ബുദ്ധിമുട്ടിന്റെ വേദനയുടെ തീച്ചുളയിൽ കടന്നുപോയപ്പോഴും ഒരു ആവലാതിയുടെ, ഒരു പരാതിയുടെ വാക്കില്ലാതെ അയ്യൂബ് നബി പൂർണ്ണമായി ക്ഷമിച്ചു. അവസാനം നാവ് കൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കാൻ പറ്റാത്ത രോഗമായപ്പോൾ അല്ലാഹു തആല ഉടനെ ഉത്തരം കൊടുത്തു. ഫസ്തജബ്നാ ലഹു ഫകശഫനാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹു മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദക്റാ ലിൽ ആബിദീൻ. അദ്ദേഹം നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി അല്ലാഹു തിരിച്ചു കൊടുത്തു, മക്കളെ കൊടുത്തു, അദ്ദേഹത്തിന്റെ ആടുമാടുകൾ സമ്പത്തുകൾ തിരിച്ചു കൊടുത്തു. താരിഖിൽ കാണാം, 14,000 ആടുകൾ അദ്ദേഹം സമ്പത്തായി മാറി. 7 മക്കൾ മരിച്ചിരുന്നു, വീണ്ടും അല്ലാഹു തആല സൗന്ദര്യമുള്ള മക്കളെ കൊടുത്തു. എല്ലാം അല്ലാഹു തആല ഇരട്ടിയായി തിരിച്ചു കൊടുത്തു.
അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഈ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് ഗുണപാഠമാണ്, ഇതിൽ വലിയ സന്ദേശമുണ്ട്. അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം, പരീക്ഷണങ്ങൾ അതെല്ലാവർക്കും ഉണ്ടാകും. ചിലപ്പോൾ സ്വാലിഹായ മനുഷ്യൻ, ആബിദായ മനുഷ്യൻ, നമസ്കാരമുള്ള മനുഷ്യൻ, ഹജ്ജ് ചെയ്ത മനുഷ്യൻ, സൽക്കർമ്മ ചെയ്ത മനുഷ്യൻ, അങ്ങനത്തെ അടിമക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ഖൈറിനെ, അതിന്റെ ഹിക്മത്തിനെ അറിയുന്നത് അല്ലാഹുവാണ്. ആ സമയത്ത് തിരിച്ച് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ റബ്ബ് എന്തിന് എന്നെ പരീക്ഷിക്കുന്നു എന്ന് നിരാശയുടെ ചിന്ത മുമ്പിലുണ്ടാകാൻ പാടില്ല. ഞാൻ നമസ്കരിക്കുന്നു, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ ആരുടെ മേൽ അക്രമം ചെയ്യുന്നില്ല, എന്നിട്ടും എന്തിനാണ് റബ്ബ് എന്നെ പരീക്ഷിക്കുന്നത് എന്നൊരു മുഅ്മിൻ ചിന്തിക്കാൻ പാടില്ല. അയ്യൂബ് നബിയുടെ ജീവിതത്തിൽ വലിയൊരു സന്ദേശമാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ സഹാബിയായിരുന്നു ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട സഹാബിയാൻ, എപ്പോഴും നബി തങ്ങളുടെ കൂടെയുള്ള ഒരു സഹാബിയാണ്. മാത്രമല്ല സഹാബാക്കളുടെ കൂട്ടത്തിൽ ചില സഹാബാക്കളോട് മലക്കൾ വന്ന് എപ്പോഴും സലാം പറയുമായിരുന്നു. അങ്ങനത്തെ സഹാബാക്കൾപ്പെട്ട സഹാബിയാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ബസ്ര എന്ന നാടിന്റെ ഭരണാധികാരിയാക്കി, അല്ലെങ്കിൽ ജനങ്ങളെ ദീൻ പഠിപ്പിക്കാൻ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അത്രമാത്രം പ്രധാനപ്പെട്ട സഹാബിയാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ. അദ്ദേഹം 30 വർഷമായി രോഗത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഇത്രയും ഉന്നതമായ സ്ഥാനത്ത്, പക്ഷെ 30 വർഷമായി നിത്യമായി രോഗിയായിരുന്നു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സഹാബത്ത് പ്രസിദ്ധനായ സഹാബിയാണ്, അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട സഹാബിയാണ്, നബി തങ്ങളുടെ മാമയാണ്. അതുമാത്രമല്ല ദുആ സ്വീകരിക്കുന്ന വ്യക്തിയുമാണ്. പ്രസിദ്ധമായിരുന്നു അദ്ദേഹം ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ജനങ്ങൾ വന്ന് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, ജനങ്ങളെല്ലാം വന്ന് പറയുന്നു ദുആ ചെയ്യാൻ, നിങ്ങൾ ദുആ ചെയ്ത് ജനങ്ങളെ രോഗം ബുദ്ധിമുട്ട് മാറുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യാത്തത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബിന്റെ ഖളാ ആണത്, തീരുമാനമാണ്. എനിക്ക് എൻ്റെ ഇഷ്ടത്തെക്കാൾ ഇഷ്ടം എൻ്റെ റബ്ബിന്റെ തീരുമാനത്തിലാണ്. ഇത്രയും പ്രസിദ്ധനായ സഹാബി നിത്യമായി രോഗിയായി. നല്ലവർക്കും പരീക്ഷണം ഉണ്ടാകും. ആ സമയത്ത് ശൈത്താൻ നമ്മളെ നിരാശനാകും. എന്നോട് എന്തിന് റബ്ബ് ഇങ്ങനെ പെരുമാറി? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആരുടെ അക്രമം കാണിച്ചിട്ടില്ല. അയ്യൂബ് നബിയുടെ ചരിത്രം നൽകുന്ന പാഠമാണ്. ഏത് പരീക്ഷണം വന്നാലും നാം അല്ലാഹുവിലേക്ക് ഒരു മോശമായ വാക്കുകൾ പറയാതെ അതിനെ സംതൃപ്തിയോട് സ്വീകരിക്കുന്നവരായി മാറും. 2, ക്ഷമ അവലംബിക്കണം. ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അയ്യൂബ് നബിയെ പറ്റി അത് പറഞ്ഞാൽ, ഇന്നാ വജദ്നാഹു സാബിറ, എൻ്റെ അടിമ അയ്യൂബ് ഞാൻ കടുത്ത പരീക്ഷണമാണ് കൊടുത്തത്. നീണ്ട 17 വർഷം ഞാൻ രോഗിയാക്കി. അവസാനം സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇന്നാ വജദ്നാഹു സാബിറ. എന്നാൽ ഈ പരീക്ഷണത്തിൽ നിന്നും ഒരൽപ്പം ഒരു അക്ഷമയുടെ ഒരു വാക്കോ പ്രവൃത്തിയോ ചിന്തയോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ക്ഷമയുള്ള എൻ്റെ അടിമയാണ് അയ്യൂബ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്നവരായി മാറും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ക്ഷമിക്കാൻ 2 ചിന്താഗതികൾ കൊണ്ടുവന്നാൽ മതി. ഒന്ന്, ഒരു പരീക്ഷണം വരുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചും ചിന്തിക്കുക. ആ പരീക്ഷണത്തെ മാത്രം ചിന്തിച്ച് അസ്വസ്ഥമാകാതെ അതേ സമയത്ത് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അപ്പുറത്തുണ്ടാകും. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹം മക്കയിലേക്കുള്ള യാത്രയിൽ കാലിന് മുറിവേറ്റു. പിന്നെ ആ മുറിവ് പഴുത്ത് ആ കാല് മുറിച്ചു കളയേണ്ട അവസ്ഥയുണ്ടായി. കൂട്ടത്തിൽ യാത്രയിലുണ്ടായിരുന്ന മകൻ കുതിരയുടെ ചവിട്ടിട്ട് മരണപ്പെടുകയും ചെയ്തു. തിരിച്ച് അദ്ദേഹം മദീനയിൽ വന്നപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് വിഷമിച്ചു. വലിയ പ്രസിദ്ധനായ വ്യക്തിയാണ്. കാല് മുറിക്കപ്പെട്ടു, മകൻ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞില്ല, അൽഹംദുലില്ലാഹ്, ഞാൻ സർവ്വസ്വയും അല്ലാഹുവിനാണ്, ഞാൻ സംതൃപ്തനാണ്. എനിക്ക് അല്ലാഹു 4 അവയവങ്ങൾ നൽകി, 2 കൈയും 2 കാലും. അതിൽ 1 എടുത്തു, 3 ബാക്കി നൽകി അല്ലാഹു. എത്ര വലിയ കാര്യമാണ്! എനിക്ക് 4 മക്കളെ അല്ലാഹു തന്നു. അതിൽ 1 മകനെ അല്ലാഹു എടുത്തു, 3 മക്കളെ അല്ലാഹു ബാക്കിയാക്കി. അല്ലാഹു എത്ര വലിയ അനുഗ്രഹമാണ് അനുഭവിച്ചത്. മുഅ്മിൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു രോഗം പ്രയാസം വന്നാൽ രോഗത്തിൽ ചിന്തിച്ച് അസ്വസ്ഥനാവുകയില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ചിന്തിക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ചിന്തിക്കണം. ഫുദൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ ചെറിയ മകൾ രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, മോളെ നിന്റെ അവസ്ഥ എന്താണ്? പറഞ്ഞു, അല്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. അല്ലാഹു ഇബ്തലാനി ബിഖലീലിൻ, അല്ലാഹു ചെറിയ നിലയെ പരീക്ഷിച്ചു, അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയുകയും ചെയ്തു. എപ്പോഴും നമുക്ക് രോഗങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അനുഗ്രഹങ്ങളെ ചിന്തിക്കണം. മറുഭാഗത്ത് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും, ഒരു പരീക്ഷണമേ ഉണ്ടാവുകയുള്ളൂ.
അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്ക് പഠിക്കണം. രണ്ടാമത്തെ പാഠം ക്ഷമ അവലംബിക്കുക. രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അസ്വസ്ഥതയുടെ പരാതിയുടെ വാക്കുകൾ, അള്ളാഹുവിനെ കുറിച്ച് മോശമായ ചിന്തകൾ വരാതെ നാം ക്ഷമിക്കുന്നവരായി മാറും. ഉലമാക്കൾ എഴുതി ക്ഷമ അത് 3 നിലയിലാണ്. അസ്സബ്റു അലൽ ബലാ, അസ്സബ്റു അനിൽ മഅസിയ, അസ്സബ്റു അലൽ ത്വാഅത്ത്. ഒന്ന്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ, കടുത്ത ക്ഷമയാണ്. 2, അസ്സബ്റു അലൽ ബലാ, പ്രയാസങ്ങൾ രോഗങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കുക. പിന്നെ അസ്സബ്റു അലൽ ത്വാഅത്ത്, നന്മകൾ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം, അല്ലെങ്കിൽ നന്മയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇതിലേറ്റവും ശ്രേഷ്ഠമായ ക്ഷമയാണ് അസ്സബ്റു അലൽ ബലാ, രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ക്ഷമിക്കുക എന്ന്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട, പകർത്തേണ്ട, ഉൾക്കൊള്ളേണ്ട 3ാമത്തെ പാഠം, അല്ലാഹു തആല അദ്ദേഹത്തെ പറ്റി അവസാനം പറയും, ഇന്നഹു അവ്വാബ്, ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അവ്വാബ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവൻ, വളരെ കൂടുതൽ യൂട്ടേൺ എടുക്കുക, പെട്ടെന്ന് അല്ലാഹുവിലേക്ക് മടങ്ങുക. പല പ്രവാചകന്മാരെ പറ്റിയും അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. وَوَهَبْنَا لِدَاوُودَ سُلَيْمَانَ نِعْمَ الْعَبْدُ إِنَّهُ أَوَّابٌ وَاذْكُرْ عَبْدَنَا دَاوُودَ ذَا الْأَيْدِ إِنَّهُ أَوَّابٌ. പ്രവാചകന്മാരെ പറ്റി പറഞ്ഞൊരു വാക്കാണ് അവ്വാബ്. വളരെ കൂടുതൽ അല്ലാഹുവിലേക്ക് മടങ്ങുക, പ്രത്യേകിച്ച് രോഗങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങുക. രോഗം വന്നു, ബുദ്ധിമുട്ട് വന്നു, ക്ഷമിച്ചു കൊണ്ട് മാത്രമായില്ല. ദീൻ പഠിപ്പിക്കുന്ന രോഗങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ മാത്രമല്ല, ക്ഷമയുടെ കൂടെ ദീനും അമലുകളും തഖ്വയും മുറുകെ പിടിക്കണം. അതുകൊണ്ട് ഖുർആനിൽ ക്ഷമയെ പറ്റി പറയുന്ന സ്ഥലത്തെല്ലാം തഖ്വയും ചേർത്ത് പറയുന്നതാണ്. ബലാ ഇൻ തസ്ബിറു വതത്തഖു, ക്ഷമയെ പറ്റി പറയുമ്പോൾ കൂട്ടത്തിൽ തഖ്വയും അല്ലാഹു പറയുന്നു. ബലാ ഇൻ തസ്ബിറു വതത്തഖു ഇന്നഹു മൻ യത്തഖി വയസ്ബിർ വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ വസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ്. ഈ ആയത്തുകളിലെല്ലാം ക്ഷമ എന്ന വാക്ക് ഉപയോഗിച്ച ഉടനെ അള്ളാഹു തഖ്വയും ഉപയോഗിച്ചു. രോഗം വന്നു വെറുതെ ക്ഷമിച്ചാൽ മാത്രം പോരാ, ആ രോഗത്തിൽ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ദീനിനെ മുറുകെ പിടിക്കുകയും അമലുകൾ ചെയ്യുകയും വേണം. അതുകൊണ്ട് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. അവൻ രോഗങ്ങൾ വന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാത്ത മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. കാരണം രോഗങ്ങൾ ചിലപ്പോൾ അതവന്റെ മരണത്തിലേക്ക് കാരണമായേക്കാം, അവന്റെ ഖബറിലേക്ക് മറിയാൻ കാരണമായേക്കാം. എന്നിട്ടും അള്ളാഹുവിലേക്ക് മടങ്ങാത്ത മനുഷ്യനെ കുറിച്ച് അത്ഭുതപ്പെടും. രോഗങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കൂടുതൽ മടങ്ങണം. പലപ്പോഴും നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ കാരണങ്ങൾ പറയും. മഴയുടെ പേരിൽ, ചൂടിന്റെ പേരിൽ, തണുപ്പിന്റെ പേരിൽ, മധുരത്തിന്റെ പേരിൽ, അങ്ങനെ പലതും പറഞ്ഞ് രോഗകാരണങ്ങൾ ചിന്തിക്കുമെന്നല്ലാതെ ഇത് അള്ളാഹു നൽകിയതാണ്, ഞാൻ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നില്ല. മുഅ്മിൻ അങ്ങനെ, മുഅ്മിന് പരീക്ഷണങ്ങൾ രോഗങ്ങൾ വന്നാൽ ഉടനെ ചിന്തിക്കും, ഇത് അള്ളാഹു എനിക്ക് നൽകിയതാണ്, ഞാൻ റബ്ബിലേക്ക് കൂടുതൽ മടങ്ങാൻ വേണ്ടി. അവിടെ ഹദീസിൽ വരുന്നുണ്ട്, ഒരു കാഫിറിന്റെ ഉപമ ഒരു മൃഗത്തെ പോലെ. ആ മൃഗത്തെ ഒരു സ്ഥലത്ത് ബന്ധിച്ചു, ഒരു കൃഷി സ്ഥലത്ത് ബന്ധിച്ചു. ആ മൃഗത്തിന് അറിയില്ല എന്തിനാണ് ബന്ധിച്ചത്, എന്തിനാണ് അവിടെ നിന്നും അയച്ചു കൊണ്ടുപോയത് ഒരു മൃഗത്തിന് അറിയില്ല. ആ മൃഗത്തിന് എന്തിനാണ് അതിനെ കെട്ടിയിട്ടത്, ആ കെട്ട അടിച്ചു വിടുന്നത് ആ മൃഗത്തിന് മനസ്സിലാകാത്തത് പോലെയാണ് കാഫിറിന്റെ അവസ്ഥ. മുഅ്മിൻ ഒരിക്കലും അങ്ങനെയാവുകയില്ല. മുഅ്മിൻ ഇടുക്കം വന്നാൽ, മുഅ്മിന് വിശാലത വന്നാൽ, മുഅ്മിന് രോഗങ്ങൾ വന്നാൽ മുഅ്മിൻ മനസ്സിലാക്കും, ഇത് റബ്ബിന്റെ ഉണർത്തലാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. മുഅ്മിന്റെ പരീക്ഷണങ്ങൾ, രോഗങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാനാണെന്ന് മുഅ്മിൻ വരുമ്പോൾ തന്നെ മനസ്സിലാക്കും. രോഗം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു പനി വന്നു, മുഅ്മിൻ ഉടനെ ചിന്തിക്കും, ഇത് വെറുതെ ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യന്മാർ കാരണങ്ങൾ പറയും. പക്ഷെ മുഅ്മിൻ ചിന്തിക്കുന്നത് മാത്രമല്ല, ഇത് റബ്ബിന്റെ ഉണർത്തലാണ്, റബ്ബിന്റെ ഉണർത്തലാണ്. ഖുർആനിൽ ചില സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്നത്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂന വലാ ഹും യതദക്കറൂൻ. അല്ലാഹു ചോദിക്കാൻ, നബിയെ ചില സമൂഹത്തെ കാണുന്നില്ലേ, അവർക്ക് ഒരു വർഷത്തിൽ 2 പരീക്ഷണം വന്നു, ഒരു വർഷത്തിൽ തന്നെ 2 പരീക്ഷണം വന്നു. സുമ്മ ലാ യതൂബൂൻ, എന്നിട്ടും അവർ തൗബ ചെയ്യുന്നില്ല. അത്ഭുതമാണ്. ഒരു വർഷത്തിൽ തന്നെ 2 പരീക്ഷണം വന്നിട്ടും ഞാൻ അത് കൊടുത്ത് തൗബ ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് കൊടുത്തു, പുറകെ വീണ്ടും കൊടുത്തു. സുമ്മ ലാ യതൂബൂൻ,
വലാ ഹും യദ്ദക്കറൂൻ. എന്നിട്ടും അവർ തൗബ ചെയ്യുന്നില്ല, എന്നിട്ടും അവർ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല, എന്നിലേക്ക് മടങ്ങുന്നില്ല. അത്ഭുതമാണ് ഈ അടിമകളുടെ കാര്യം. അല്ലാഹു തആല പറയും, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ മുഅ്മിൻ ഉടനെ അല്ലാഹുവിലേക്ക് മടങ്ങും, അമലുകളെ ശ്രദ്ധിക്കും, അവന്റെ നമസ്കാരം നഷ്ടപ്പെടുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല വയറുവേദന പിടിച്ച് പള്ളിയിൽ കിടക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി അബൂ ഹുറൈറ? വയറുവേദനയ്ക്ക് നബി, തും ഫസല്ലി ഫഇന്ന ബിസ്സലാത്തി ശിഫാ, നീ എണീക്ക്, നമസ്കരിക്ക്, നമസ്കാരത്തിൽ ശിഫാ. അമലുകൾ, രോഗങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ അമലുകൾ വിട്ടുകളഞ്ഞ് നിരാശപ്പെട്ടു മാറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. കൂടുതൽ അമലുകളിലേക്ക് ശ്രദ്ധിക്കണം. ബാഹ്യമായ ഏർപ്പാടുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പ്രതീക്ഷയും ഉറപ്പും അമലുകളിലായിരിക്കും. പ്രത്യേകിച്ച് നിബിധങ്ങൾ പഠിപ്പിച്ച് പല അമലുകളുണ്ട്. നിബിധങ്ങൾ പറഞ്ഞു, നിബിധങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ രോഗികളെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കും. രോഗത്തിനുള്ള ചികിത്സ ബാഹ്യമായി മരുന്നുകൾ മാത്രമല്ല, മുഅ്മിന്റെ തലയിൽ ഇതുകൂടി ഉണ്ടാകും. രോഗത്തിന്റെ ചികിത്സ സ്വതക്കയാണ്. നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കും സകാത്ത് കൊടുക്കുന്നതിലൂടെ. ദുആ കൊണ്ട് ബുദ്ധിമുട്ടുകളെ, പരീക്ഷകളെ ഏറ്റുമുട്ടാൻ തയ്യാറാവുകയും ചെയ്യും. രോഗത്തിനുള്ള ഒരു ചികിത്സയാണ് സ്വതക്ക ചെയ്യുക എന്നത്. പിന്നെ ഖുർആൻ ഒരു ചികിത്സയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹു തന്നെ പറഞ്ഞു, ഖുർആൻ നിങ്ങൾക്ക് ശിഫയാണ്, എല്ലാ രോഗത്തിനും ശിഫയാണ്. സഹാബാക്കൾ ജമാഅത്തിന്റെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആ നാട്ടിലെ ഗ്രാമത്തലവൻ രോഗം പിടിച്ച് വർഷങ്ങളായി കിടക്കുകയാണ്. അവർ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒരു സഹാബി പോയി, ഞാൻ മന്ത്രിക്കാം. അദ്ദേഹം ഖുർആനിലെ ചില ആയത്തുകൾ ഓതി വർഷങ്ങളായി രോഗബാധിതനായ ആ ഗോത്ര തലവൻ പെട്ടെന്ന് രോഗം മാറി പൂർണ്ണമായ ആരോഗ്യവാനായി. സഹാബാക്കൾ മടങ്ങി മദീനയിൽ വന്നപ്പോൾ ചോദിച്ചു, സഹാബാക്കൾ കഥ പറഞ്ഞ് നബിയെ കേൾപ്പിച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ഏത് ആയത്താണ് ഓതിയത്? നബി, ഞാൻ തുടങ്ങുന്ന ആയത്ത് അവസാനം വരെ ഞാൻ ഓതി. അത് രോഗം മാറി നബി. ഖുർആന്റെ ഓരോ ആയത്തിനും രോഗശമനത്തിനുള്ള കഴിവുണ്ട്. രോഗങ്ങൾ വരുമ്പോൾ ഖുർആൻ മുറുകെ പിടിച്ചാൽ മാനസികമായി ശാരീരികമായി ആരോഗ്യം ലഭിക്കാൻ കാരണമായി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് ഒരു സന്ദേശമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ തീരുമാനം സംതൃപ്തനായി തീരുക, ക്ഷമിക്കുന്നവനായി തീരുക, അതുപോലെ അള്ളാഹുവിനോട് മടങ്ങുന്നവരായി തീരുക. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على حي على الصلاة. حي على الفلاح.
الله أكبر الله أكبر لا